സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇപ്പോൾ ഗെയിമർ. നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു പുതിയ വീഡിയോ ആണ്. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് മൈൻക്രാഫ്റ്റിന്റെ ട്യൂട്ടോറിയൽ ഗൈഡ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മുടെ ട്യൂട്ടോറിയൽ ഗൈഡ് വീഡിയോസിനകത്ത് നമ്മൾ ഗ്ലിച്ച്, അതുപോലെ തന്നെ ഒരു കുറച്ച് അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ഇതൊരു ഗ്ലിച്ച് അല്ല, എന്നാൽ നമുക്ക് ചെയ്യുന്നത് ഉപകാരപ്പെടുന്ന ഐറ്റമാണിത്. അതായത് നമുക്ക് ഇവിടെ ട്രീ മരം ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ സർവൈവൽ സീരീസ് കാണുന്നവർക്കാണ് നമുക്ക് എന്തോരാണ് നമ്മൾ മരത്തിന്റെ ആവശ്യമെന്ന്. നമുക്ക് മരത്തിന് വേണ്ടി ഒരു ഫാം ഞാൻ ചെറുതൊന്നും സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചാണ്. അതായത് വലിയ പണിയൊന്നുമില്ല, കുറച്ച് ഐറ്റംസ് മതി. അപ്പം അതെന്താന്ന് കാണുന്നതിന് മുമ്പ് വീഡിയോ ആണെന്ന് ലൈക്ക് ചെയ്താൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. നമ്മളിപ്പം കുറച്ച് നാളായിട്ട് ഇങ്ങനെ ആ വീഡിയോസ് കണ്ടിന്യൂസ് ഇടുന്നുണ്ട്. മൈൻക്രാഫ്റ്റിനാണ് മെയിനായിട്ട് നമ്മൾ വീഡിയോസ് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റ് ഒക്കെ തരുന്ന ഗെയിം ഇട്ടുണ്ട്. അത് എനിക്കൊന്ന് ഈ തിങ്കളാഴ്ച വന്നതാണ്. അത് കാണുക. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. സോ നമുക്ക് അതിന് വേണ്ട ഐറ്റംസ് എന്ന് വെച്ചാൽ ഇത്ര ഐറ്റംസ് ആണ്. അതായത് നമുക്ക് ഒരു 5 പിസ്റ്റൺ വേണം. പിസ്റ്റൺ 5 എണ്ണം വേണം. ഞാനൊരു കുറച്ചെടുത്ത് വെക്കാം. എന്തായാലും നോർമൽ പിസ്റ്റൺ 5 എണ്ണം. ഇപ്പം 4 5 ആയില്ലേ. പിന്നെ റെഡ് സ്റ്റോൺ എത്ര വേണം? റെഡ് സ്റ്റോൺ ഒരെണ്ണം മതിയാവും. മതി. ബ്ലോക്ക് നമുക്ക് കുറച്ചധികം വേണം. പിന്നെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. എന്തായാലും സാധനം ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് വേണ്ടത് എന്തൊക്കെയാ വേണമല്ലോ, മരം. പിന്നെ ബോൺമീൽ വേണം. ബോൺമീൽ കുറച്ച് അധികം വേണം കേട്ടോ. അതായത് ഇതിനകത്ത് മെയിനായിട്ട് നമ്മുടെ പുള്ളിക്കാരൻ ബോൺമീലാണ്. അപ്പം നമുക്ക് ആദ്യം കുറച്ച് ബോൺമീൽ എടുത്ത് വെക്കാം. ഞാൻ ഇച്ചിരി ബോൺമീൽ എടുക്കട്ടെ. കുറച്ചധികം ബോൺമീലാണ് നമുക്ക്. കാരണം നമ്മൾ മെയിനായിട്ട് ബോൺമീൽ വെച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് എല്ലാം ചെയ്യുന്ന ബോൺമീൽ വെച്ചാണ്. അപ്പം അത് നമുക്ക് അധികം വേണം. ഓക്കെ, തൽക്കാലം ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ. നമുക്ക് എന്തായാലും ഒന്ന് ക്രാഫ്റ്റ് എടുക്കണം അല്ലേ. ഓക്കെ, നമുക്ക് ഇവിടെ നമ്മുടെ സാധനം സെറ്റ് ചെയ്യാം. സോ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പിസ്റ്റൺ എടുക്കുക. പിസ്റ്റൺ നമുക്ക് ഒരു 5 എണ്ണം ഇങ്ങനെ മുകളിലോട്ട് 2 3 4 5 ഇങ്ങനെ 5 എണ്ണം നിരത്തി വെക്കുക. എന്നിട്ട് നമ്മളെടുത്തിരുന്ന സാധനങ്ങൾ പറഞ്ഞില്ലേ, പിസ്റ്റൺ, ഹോപ്പർ ഒരെണ്ണം മതിയാവും. പിന്നെ എന്താണ്ട് ലിവർ ഒരെണ്ണം വേണം. ചെസ്റ്റ് ഒരെണ്ണം വേണം. ചെസ്റ്റ് 2 എണ്ണം എടുത്തോ, 2 എണ്ണം വേണം. പിന്നെ റെഡ് സ്റ്റോൺ കമ്പറേറ്റർ വേണം. അതുപോലെ തന്നെ സ്മൂത്ത് സ്റ്റോൺ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോൺ നമുക്ക് വേണം. ഒരു 4 5 എണ്ണം വേണ്ടി വരും. അല്ലെങ്കിൽ 6 എണ്ണം എടുത്തോ. പിന്നെ നമുക്കൊരു ഡിസ്പെൻസർ വേണം. പിന്നെ കുറച്ചധികം ഓക്സ് ആപ്ലിംഗ് വേണം. നമ്മൾ മരം എന്തോരം വെക്കണം അത്ര നമുക്ക് ഓക്സ് ആപ്ലിംഗ് വേണം. അതുപോലെ റെഡ് സ്റ്റോൺ ടോർച്ച് നമുക്കൊരു 10 12 എണ്ണം വേണ്ടി വരും. റെഡ് സ്റ്റോൺ ഡസ്റ്റ് ഒരെണ്ണം മതിയാവും. ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ. സോ നമുക്ക് ഇനി വേണ്ടതാണ് നമ്മുടെ ഡിസ്പെൻസർ എടുക്കുക. ഡിസ്പെൻസർ എടുത്തിട്ട് ഈ നമ്മുടെ പിസ്റ്റന്റെ നേരെ ഇരുന്നിട്ട് പിസ്റ്റൻ ഇങ്ങനെ ഈ ഒരു ഗ്യാപ്പ് ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. എന്നിട്ട് നമ്മുടെ ഈ റെഡ് സ്റ്റോണിന്റെ ടോർച്ച് എടുത്ത് 2 എണ്ണം ഇങ്ങനെ ഷിഫ്റ്റ് ഗ്രാബ് ചെയ്ത് ഇങ്ങനെ വെച്ചുകൊടുക്കുക. എന്നിട്ട് ഇതിന്റെ മുകളില് ഈ സ്റ്റോൺ 2 എണ്ണം എടുത്ത് ഇങ്ങനെ വെച്ചുകൊടുക്കുക. ഇങ്ങനെ വെച്ചുകൊടുക്കുക. ഇത് കേടേണ്ടതാണ്. ഓക്കെ, കേടും. എന്നിട്ട് ഇതിന്റെ മുകളിൽ നമ്മൾ ഒരു റെഡ് സ്റ്റോൺ ഡസ്റ്റും കൂടെ വെച്ചുകൊടുത്താൽ കിട്ടാൻ തോന്നുന്നല്ലേ. ഇങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇങ്ങനെ തന്നെ. സോ ഇതിങ്ങനെ ആയിട്ട് ഇതിനെ ഓഫ് ആവും. ഓക്കെ, ഇപ്പോൾ 2 ഓഫ് ആയില്ലേ. എന്നിട്ട് നമ്മുടെ ലിവർ എടുക്കുക. എടുത്തിട്ട് ഇവിടെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അപ്പം ഇത് ഓൺ ആക്കുമ്പം ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കും. ഓക്കെ, അതിനത് ഓഫ് ആക്കിയിടുക. എന്നിട്ട് നമ്മുടെ ഇതിന്റെ ബാക്ക് സൈഡിൽ വന്നിട്ട് നമ്മുടെ ഹോപ്പർ എടുത്ത് ജസ്റ്റ് ഈ ഡിസ്പെൻസറി കണക്ട് ചെയ്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ ചെസ്റ്റും കൂടെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആൻഡ് ഇതിനകത്താണ് നമ്മുടെ ബോൺമീലിന്റെ ആവശ്യം. നമ്മുടെ ബോൺമീൽ നിറച്ചും കൂടെ കൊടുത്തേക്കുക. നമ്മുടെ ഫുള്ള് ബോൺമീലും കൊടുക്കുക. ഇത് 18 എണ്ണായില്ലേ. വെയിറ്റ്, ഞാൻ എന്തൊക്കെ ചെയ്താലേ ആവട്ടെ. നമുക്ക് ബോൺമീൽ കംപ്ലീറ്റ് ഒന്ന് നിറച്ചു കൊടുക്കാം. നമുക്ക് ബോൺമീൽ കുറച്ചധികം വേണം നമുക്ക് എന്തായാലും. സോ ഞാൻ തൽക്കാലം ചുമ്മാ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് എല്ലാത്തിനകത്തേക്കും. ഓക്കെ, ബാക്കി ബോൺമീൽ എടുക്കട്ടെ. ഓക്കെ, പുറത്തുപോയി. നമുക്ക് വേണ്ടത് ഹോപ്പർ അല്ലേ, മാറ്റിയേക്കാം. ഓക്കെ, ഇത് നമ്മൾ നിറച്ചു കൊടുക്കുകയാണ്. നമുക്ക് ബോൺമീൽ നിറയെ ആവശ്യമുണ്ട്. ആൻഡ് ബോൺമീൽ ഉണ്ടാക്കാൻ അറിയാൻ മേലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സർവൈവൽ സീരീസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും ബോൺമീലിന്റെ എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന്. നമ്മൾ അങ്ങനത്തെ ഒരു ചെറിയൊരു സെറ്റപ്പ് മതി നമുക്ക്. ശരിക്കും പറഞ്ഞാൽ 2 ഹോപ്പർ പിന്നെ ഒരു
പിന്നെന്താ വേണ്ടത്, നമ്മുടെ മറ്റേ കമ്പോസ്റ്റ് വിറ്റ് വേണം, അത്ര മതി. അത് കഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും വേണ്ടി വരത്തില്ല. അത് വെച്ച് പിന്നെ ഹോപ്പറിനകത്ത് വെച്ചിട്ട് കമ്പോസ്റ്റ് വിറ്റ് ഹോപ്പറിനകത്ത് കണക്ട് ചെയ്യുക. അങ്ങനെ ചെറിയൊരു പരിപാടി, വലിയ പണിയൊന്നും ഇല്ലത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പം ഞാൻ തൽക്കാലം ഇപ്പം നിറച്ച് വെച്ചു, ഇനിയും വേണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വേണം, അതായത് ഇത് ഇച്ചിരി അധികം വേണം. ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു അധികം വേണം. എന്നിട്ട് ഈ ഹോപ്പർ ഡിസ്പെൻസറും കൂടെ നിറച്ച് വെച്ചെടുക്കുക. ഓക്കെ, ഇവിടെ ഒരെണ്ണം എനിക്ക് ഇതൊക്കെ ഉണ്ടല്ലേ, ഒരെണ്ണം മാത്രം ഇട്ടിരിക്കുന്നത്. മതി. അല്ല, ഒരെണ്ണം ഒരു ചാക്ക് വേണ്ടേ. ഓക്കെ, ഇതൊക്കെ എത്ര ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിനകത്തും കൂടെ നിറച്ച് വെച്ചേക്കാം, അതാകുമ്പോൾ എളുപ്പമാവില്ല. ഓക്കെ, സോ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കമ്പാരേറ്റർ എടുത്തിട്ട് നേരെ ഇവിടെ ഒരെണ്ണം പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത്, സോ ഗൈസ് നമുക്കിനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്മൂത്ത് സ്റ്റോൺ എടുക്കുക, നമ്മുടെ ഇതിനെ മുകളിൽ ഒരെണ്ണം പ്ലേസ് ചെയ്യുക. സ്മൂത്ത് അല്ല, ഏത് സ്റ്റോണാലും മതി. നമുക്ക് റെഡ് സ്റ്റോൺ എടുക്കുക, റെഡ് സ്റ്റോൺ ഇവിടെ കൊടുക്കുക, അതിൻ്റെ മുകളിലൊരു ഇത് വയ്ക്കുക. എന്നിട്ട് ഇവിടെ ആയിട്ട് ഒരെണ്ണം കൊടുക്കുക. ഓക്കെ, അത് ഇതായി. ആൻഡ് നമുക്ക് ഇതിൻ്റെ ഇവിടെ ഒരെണ്ണം വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ കൊടുക്കുക, ഇതിനെ മുകളിൽ ഒരെണ്ണം വെച്ച് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ കൊടുക്കുക. കാരണം ഇതൊക്കെ കണക്റ്റേ പോകും ഗൈസ്, അതായത് ഇതൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കും. ആൻഡ് ഇനി നമുക്ക് ജസ്റ്റ് ഒരു ബ്ലോക്കിന് മുകളിൽ മാത്രം പ്ലേസ് ചെയ്താൽ മതി, അതിൻ്റെ മുകളിലേക്കൊന്നും വേണ്ട. ഓക്കെ, സോ ഇത്രയുള്ള പരിപാടി. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കുഴി എടുത്തിട്ടേക്കുക. നമ്മുടെ ഇത് ഓൺ ചെയ്യുക. അതിന് നമ്മുടെ സാപ്ലി നമ്മളെ കയ്യിലെടുക്കുക. ഓൺ ചെയ്ത് കൊടുക്കുക, ഓണാക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ ബോൺ മിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത് കൊടുത്തു വെക്കുക. കണ്ടോ, വന്നു. വരുമ്പോൾ തന്നെ തള്ളി ഇങ്ങോട്ട് മാറ്റും. നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരെണ്ണം വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നമ്മളെ എത്ര ഇതുണ്ടോ അതങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കും. എളുപ്പമാണ് ഗൈസ്, ഭയങ്കര എളുപ്പമാണ്. ഇത്തിരി സമയം എടുക്കുന്നേ ഉള്ളൂ. ഈ ഒരു ഇത് നോക്കിയെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം നിങ്ങൾ ഈ ഒരു സൈഡ് ലൈക്ക് ഫേസിങ് ഓഫ് ഇത് വെച്ചാൽ നടക്കും. അതായത് നമ്മൾ നോർത്ത് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു, നോർത്ത് സൈഡിലേക്ക് ആണ് ഇതിനെ പ്ലേസ് ചെയ്യുമെങ്കിൽ എളുപ്പം എന്നാവും. കാരണം ഇത്രയും ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലൊക്കെ ഇതൊക്കെ വരുന്നതാണ്. അയ്യോ, അത് പിടിക്കണ്ടായിരുന്നു. കുഴപ്പമില്ല. ഓക്കെ, ആയല്ലേ. സോ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക, അത് ആയിക്കൊണ്ടിരിക്കും. അതിങ്ങനെ ആയിക്കൊണ്ട് പെട്ടെന്ന് ഇരിക്കും. നമ്മൾ എന്താ വേഗം തന്നെ ആയിക്കോളും. ഇനി നിങ്ങളുടെ ഇത് സാധനം ഇതിങ്ങനെ ആയിക്കൊണ്ടിരുന്നോളൂ. നിങ്ങളൊരു F3+T അടിച്ചു കൊടുക്കുക. അപ്പോൾ അതാവുമ്പോൾ തന്നെ ഇതായിക്കോളൂ. നിങ്ങൾ നോക്കി FPS ആകുമ്പോൾ എന്ന് വെച്ചാൽ മതി. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിനെ നോക്കി ഒന്ന് വെച്ചാൽ മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് F3+T അടിച്ച് ക്ലിക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ആയിക്കൊണ്ടിരുന്നോളും. അതായത് അതാകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അടുത്ത് വന്നോളും. അല്ല, ഇതുപോലെ വെച്ച് നോക്കോളും. നിങ്ങളൊന്നും ചെയ്യേണ്ടി വരത്തില്ല. ഇത് നമുക്ക് നിറയും. അയ്യോ എനിക്ക് ബഗ്ഗടിച്ച്. ഓക്കെ, സോ ഇതിങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ മരം തീർന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഓഫ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ ഇനിയിപ്പം ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വെറുതെ മരം എടുക്കാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഇത് വേണ്ടെങ്കിൽ ഇലയൊന്നും വേണ്ടെങ്കിൽ ജസ്റ്റ് ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ എടുക്കുക, കത്തി കളയാം. ഇങ്ങനെ കത്തിച്ച് കളയുന്ന സാധനങ്ങളാണ്. അപ്പം വീഡിയോ എത്രേ ഉള്ളൂ. നമ്മൾ ചെറിയൊരു പരിപാടി സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഇപ്പോൾ ലേശം തിരക്കിലൊക്കെയാണ്. വീഡിയോ ഇച്ചിരി ചടപടയെന്നും പറഞ്ഞാൽ എടുത്തത്. കാരണം ഞാൻ പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കാരണം ഞാൻ ചടയെന്നും പറഞ്ഞ് എടുത്തിട്ടാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ആക്സ് എടുത്ത് ഞാൻ വെട്ടിക്കൂടെ വെച്ചേക്കാം. ഓക്കെ, സർവൈവൽ മോഡിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട്. ജസ്റ്റ് ഇത് പൊടിച്ചുകൊണ്ടിരിക്കുന്നതിനെ വീണ്ടും F3+C അടിച്ചു കൊടുക്കുക. നിങ്ങൾ ഞെക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, അത് ജസ്റ്റ് ആയിക്കോളും. ജസ്റ്റ് എവിടെയാണെന്ന് വെച്ച് കൊടുത്ത് ഡ്രാഗ് ചെയ്താൽ മതി. ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കും. നിങ്ങൾക്ക് ഞാൻ മിനിമം പറയുകയാണ്, ഒരു 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്കൊരു 2 സ്റ്റാക്കിങ്ങിൽ എടുക്കാൻ പറ്റും. അത് ഞാൻ ഉറപ്പ് പറയാം. 10 മിനിറ്റ് അപ്പോൾ ഒരു 100-200 10 മിനിറ്റ് വേണ്ടേ. ആക്ച്വലി ഇപ്പോൾ തന്നെ ഞാൻ തുടങ്ങിയിട്ട് ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ. 3 മിനിറ്റിനുള്ളിലാണ് നമുക്ക് ഈ സാധനം കിട്ടിയത്. അപ്പം ഇത്രയുള്ള പരിപാടി ഇങ്ങനെ വെട്ടിയെടുക്കുക. ആൻഡ് ഇപ്പം ഇത്രയും വെട്ടിയുള്ളൂ. ഇതിനകത്ത് ഞാൻ മുഴുവൻ വെട്ടിയിട്ടില്ല. ഇതിപ്പോൾ ഇതും കൂടെ വെട്ടി കാണിച്ചു തരാൻ പറയാം. ഇത്ര നമ്മളെ കിട്ടിയത് ഞാൻ കാണിച്ചു തരാം. ഇത്ര നമ്മളെ പൊക്കത്ത് വെക്കുന്ന ഇത്ര ബോൺ മീൽ ഇടുന്ന കാരണം അത്യാവശ്യം അധികം ആയിക്കോളും. ആൻഡ് ഇനി ഞാൻ എത്ര കിട്ടിയെന്ന് കാണിച്ചു തരാം. ഇതാണ്, ഞാൻ ഷെയർ റീലോഡ് ചെയ്ത് ഇതാണ് നമ്മൾ വെറും 4-5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് നമ്മൾ ഉണ്ടാക്കിയതാണ് 30 ലോഗ്.
നല്ല പണിയാണെന്ന് അറിയാലോ. 30 ലോക്ക് നമ്മൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ലേശം കുറച്ച് ചില്ലറ പണിയൊന്നും അല്ല. അപ്പം പത്രമുള്ള എന്ത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരും കൂടെ വീഡിയോ ഷെയർ ചെയ്യുക. With that being said, keep the game, sign and peace, and I see you on the next video. Bye.